താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഗുരുനാഥൻ കുളങ്ങര പാലക്കൽ റോഡിലെ കുഴികൾ ഭീഷണിയാകുന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം റോഡിന്റെ ഇരുവശങ്ങൾ പൂർണ്ണമായും തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഗുരുനാഥൻ കുളങ്ങര പാലക്കൽ റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴക്കാലത്ത് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം റോഡിന്റെ ഇരുവശങ്ങളും തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുത്തനെയുള്ള കയറ്റവും കുത്തനെയുള്ള ഇറക്കത്തിന് പുറമെ ഈ ഭാഗം കൊടും വളവുമാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഏറെയാണ്. ഇത് മർത്തോമ പള്ളിയുടെ മുകളിൽ തൊട്ട് നമ്മുടെ വെളയമുക്ക് തൊട്ടുള്ള വെള്ളമാണ് ഇത് വഴി വരുന്നത്. ഇതിൻ്റെ സൈഡ് രണ്ട് വശത്തെയും ഓട കളിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവണത എത്തിയ ഈ മേഖല നല്ലോണം താഴുകയും ഇത് കുത്തനെയുള്ള ഒഴുക്കാണ്. വെളയമുക്കിന് നിന്ന് ഇവിടം വരെ വരുമ്പോഴത്തേക്ക് ഒരു 3/4 കിലോമീറ്റർ ഉണ്ട്. 3/4 കിലോമീറ്റർ കൊള്ളുന്ന വെള്ളം മൊത്തമാണ് ഇത് വഴി വരുന്നത്. അങ്ങനെയാണ് ഈ റോഡിൻ്റെ ഇപ്പം നമ്മൾ നിന്ന് സംസാരിക്കുന്നതിന് തൊട്ടപ്പുറത്തും ഈ ഓടയ്ക്കൂടെ വെള്ളം ഒഴുകി ഈ റോഡ് കവിഞ്ഞൊഴുകിയത്. കഴിഞ്ഞ MLA കണ്ട് രാജേഷിനെ കണ്ട് പറഞ്ഞാണ് ഈ വീട് 3 എണ്ണത്തിനകത്തുള്ള ഈ വെള്ളം ഒഴുകി വരുന്നത് നമ്മൾ തടഞ്ഞത്. അതിനുശേഷം ഇതുവരെ ഇതിൻ്റെ 2 സൈഡും തെളിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അദ്ദേഹം തെളിച്ചിട്ടില്ല. അദ്ദേഹം പഞ്ചായത്തിൻ്റെ റോഡാണ്, പഞ്ചായത്ത് ഇതിന് മുൻകൈ എടുത്ത് ഇതുവരെ ഒന്നിനും വരുന്നില്ല. ഇപ്പോൾ തന്നെ ഇതിന് ടെൻഡറായി കിടക്കുകയെന്നൊക്കെ പറഞ്ഞത് പിടിക്കാൻ പോലും ആളില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ജനങ്ങൾക്ക് പോവുകയും നിത്യേന ഈ മണ്ണുകൊണ്ടോറിയും മറ്റുള്ള അനേക വാഹനങ്ങളും കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാന പാതയാണ്. ഈ പാത സംരക്ഷിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിക്കണമെന്നാണ് നാട്ടുകാരായതും തൊട്ടടുത്ത താമസക്കാരനുമായ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാം. രാത്രി സമയങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. റോഡരികിൽ കുഴിയുണ്ടെന്നറിയാതെ വരുന്ന യാത്രക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.